വെൽക്കം ബാക്ക് ടു 3 ജർമ്മൻ ക്ലാസ്സസ്. അപ്പോൾ ഇപ്പം നമ്മളിനി അടുത്ത പഠിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോബീനെ കുറിച്ചാണ്. അന്ന് ഓർമ്മയുണ്ടോ ഫോസ്റ്ററും പഠിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഹോബീസ് ഇതൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ അന്ന് ജനറലായിട്ട് കുറച്ച് ഹോബീസ് അല്ലേ പറഞ്ഞേ. ഇനി നമുക്ക് കുറച്ചും കൂടെ വേർഡ്സ് പഠിക്കാം. ഓക്കെ, സോ ദാസ് ഹോബി എന്ന് പറഞ്ഞാൽ ദ ഹോബി. ഇനി പ്ലൂറലായിട്ട് പറയുവാണെങ്കിലോ അത് മാറി ദി ഹോബീസ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം സിങ്ങൻ ഞാൻ പറഞ്ഞു യൂഷ്വലി ഇയൻ വെച്ചെണ്ണയാണ് എല്ലാം വെർബായിരിക്കും. ഓക്കെ, സോ ദെൻ ആക്ഷൻ. അപ്പോൾ സിങ്ങൻ എന്ന് പറഞ്ഞാൽ ടു സിങ്, പാട്ട് പാടാൻ. ഇനി ഫോട്ടോഗ്രാഫിയറൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ഫോട്ടോസ്. കോഹൻ എന്ന് പറഞ്ഞാൽ ടു കുക്ക്, അല്ലെങ്കിൽ ഐ ആം കുക്കിംഗ് ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഐ ആം കുക്കിംഗ് മുട്ടക്കറിയോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കോഹൻ എന്ന് പറയും. സ്വിമ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്വിം. അത് ഓൾമോസ്റ്റ് ഇംഗ്ലീഷ് വെച്ച് സെയിം തന്നെയാണല്ലോ. സ്വിമ്മെൻ. ഇനി റൈസെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്രാവൽ. ടാൻസെൻ എന്ന് പറഞ്ഞാൽ ടു ഡാൻസ്. യോഗൻ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷെ നോ, ഇറ്റ്സ് ജോഗിങ്. അതൊരു ഇൻ്റർനാഷണൽ വേർഡാണല്ലോ. സോ അത് കാരണം യൂഷ്വലി എല്ലാവരും ഇവിടെ ജോഗ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ജോഗൻ. അപ്പോൾ ജോഗിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വെർബ് ജോഗൻ. ഇനി ഇൻസ് കഫേ എന്ന് പറഞ്ഞാൽ ടു ഗോ ഇൻ ദ. ആ ഇൻ ദ ആണ് ഇൻസ് ഫോം വന്നേക്കുന്നത്. അപ്പോൾ ഇൻ ദ കഫറ്റേറിയ ആവാം. അപ്പോൾ നമ്മൾ ഈൻ്റെ മേലിൽ ലൈൻ കണ്ടല്ലോ, അത് ജർമ്മൻ അല്ല. ഓക്കെ, അത് ഇറ്റാലിയൻ കഫേ യൂഷ്വലി ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയും ഇൻസ് കഫേ. ഓർക്ക, നമ്മൾ കെ എഴുതില്ല, സി തന്നെ എഴുതണം. ഇനി ഇൻസ് ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗോ ഇൻ ദ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് അവർ സ്റ്റേഡിയം എന്നാണ് പറയുന്നത്. ഇനി മേലെ വരുമ്പോൾ മ്യൂസിക് യോറൻ എന്ന് പറഞ്ഞാൽ ടു ലിസൺ. ഇപ്പോൾ ഐ ലൈക്ക് ലിസണിങ് ടു മ്യൂസിക് എന്ന് പറയത്തില്ലേ, അതുപോലെ മ്യൂസിക് യോർ എന്ന് പറഞ്ഞാൽ ടു ലിസൺ ടു മ്യൂസിക്. ഇനി ഇൻസ് കീനോ ഗേഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോവാൻ, ടു ഗോ ടു എ സിനിമ തിയേറ്റർ. ചാറ്റൻ എനിക്കറിയില്ല, ടു ചാറ്റ്. ഷ്പീലൻ നമ്മളിവിടെ ഓർക്കാം, എസ് പി വരുമ്പോൾ ഷ് എന്നൊരു സൗണ്ടാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അത് എംഫസൈസ് ചെയ്ത് പറയണം. സ്പീലൻ ടു പ്ലേ. ലേസൻ ടു റീഡ്. ഇൻസ് തിയേറ്റർ അപ്പോൾ ടു ഗോ ഇൻ ദ തിയേറ്റർ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇൻസ് കിനോ ഉണ്ട്, ഇൻസ് തിയേറ്ററിനും ഉണ്ട്. അപ്പോൾ ഇൻസ് തിയേറ്ററിനോട് വേണമെങ്കിൽ ഗെയറിനും എഴുതുവാണെങ്കിൽ സെയിം മീനിങ് തന്നെയാണ്, ടു ഗോ ടു ദ തിയേറ്റർ. ഇതിപ്പോൾ മീനിങ് ആണ് ഇൻ ദ തിയേറ്റർ. അപ്പോൾ ഇൻസ് കീനോ ഇൻസ് തിയേറ്ററിന് ഡിഫറൻസ് എന്തായിരിക്കും? മെയിൻ ഡിഫറൻസ് വലിയതായിട്ടൊന്നുമില്ല. കീനോ എന്ന് പറയുമ്പോൾ സിനിമ തിയേറ്റർ, അതങ്ങനെ സിനിമ കാണാൻ വേണ്ടി നമ്മൾ യൂഷ്വലി തിയേറ്ററിൽ പോകത്തില്ല, സിനിമ കാണാൻ പോകത്തില്ലേ, അതിനാണ് കീനോ എന്ന് പറയുന്നത്. ഇനി തിയേറ്റർ എന്തുവാ? ഈ പ്ലേസ് ഡ്രാമ, ഈ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ പ്ലേസ് ഒക്കെ നടക്കത്തില്ല, അല്ലെങ്കിൽ ഒപ്പറയൊക്കെ നടക്കത്തില്ലേ, അതെല്ലാം തിയേറ്ററിലായിരിക്കും നടക്കുന്നത്. അതാണ് ഇൻസ് തിയേറ്റർ. ഇനി ഇൻസ് ഷ്വിംബാഡ്. ആ ഒരു ഇത് കണ്ടോ, എംഫസൈസ്. നമ്മൾ എസ് പിയിൽ എംഫസൈസ് ചെയ്തതുപോലെ SCH വരുമ്പോൾ ഒരു സൗണ്ടാണ്, ഷ്വിംബാഡ്. അപ്പോൾ മറ്റു ഷ്വിമ്മം പഠിച്ചല്ലോ, അപ്പോൾ ഷ്വിംബാഡ് എന്തായിരിക്കും?
സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോകാനാണ് എനിക്കിഷ്ടം. ഇനി ഇൻസ് റെസ്റ്റോറൻറ്റ്. ഇൻസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്തായിരിക്കും മീനിങ്? ഇൻ ദ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇൻസ് റെസ്റ്റോറൻറ്റ് ഗേ എന്ന് പറഞ്ഞാൽ എന്താ വരും? ടു ഗോ ഇൻ ദ റെസ്റ്റോറൻറ്റ്. ഇനി ഇൻസ് മുസേയും. ഇൻസ് മുസേയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗോ ടു ദ മ്യൂസിയം. സോ ഇതാണ് മെയിൻ ഹോബീസിൻ്റെ. നമുക്ക് ഇപ്പം ഞാൻ അന്ന് പഠിപ്പിച്ചതുപോലെ ഇനിയും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വേർഡ്സ് ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി.